കേരളത്തെ ഒന്നാകെ പിടിച്ചു കുലുക്കിയതായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി വിവാദം. ഈ വിവാദത്തിൽ ഈ വീണയെ ഏറെ പ്രതിരോധത്തിലാക്കിയത് അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ നിലപാടുകളായിരുന്നു. അദ്ദേഹമാണ് ഇന്ന് ABC ന്യൂസിനൊപ്പം. ABCയിലേക്ക് സ്വാഗതം. സർ, ഇപ്പൊ ഈ മാസപ്പടി വിവാദം ജനങ്ങളുടെ സജീവ ചർച്ചയിൽ നിന്ന് അല്പം പിന്നിലേക്ക് പോയെന്നൊരു സംശയമുണ്ട്. എന്താണ് മാസപ്പടി കേസിന്റെ നിലവിലെ അവസ്ഥ? ഈ എരിവും പുളിയും ഒന്നുമുള്ള, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എരിവും പുളിയും ഒന്നും കിട്ടുന്ന ഒരു കേസല്ല ഈ മാസപ്പടി കേസ്. കാരണം പൂർണ്ണമായി ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡാണ്. ഒരു സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യങ്ങളല്ല ഇതിനുള്ളിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണവും അങ്ങനെ തന്നെ ആകും പോകുന്നത്. മാത്രമല്ല, ഇതിനിടയ്ക്ക് ലോക്സഭാ ഇലക്ഷൻ കയറി വരുമ്പോൾ രാഷ്ട്രീയം മറ്റൊരു തലത്തിലേക്ക് മാറും. പക്ഷേ കഴിഞ്ഞ ലോക്സഭയിൽ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെ ആയിരുന്നു മാസപ്പടി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ കേസിന്റെ ഈ മറ്റേ ED പോലെ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ പോലെയല്ല SFI എന്ന് പറയുന്നത്. മറ്റൊരു രീതിയുള്ള ഒരു അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി മറ്റൊരു തലത്തിലാണ്. അവരുടെ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു മെയിൻ. അത് കൃത്യമായി നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സെപ്റ്റംബർ 30 വരെയാണ് അവർക്ക് കാലാവധി കൊടുത്തിട്ടുള്ളത്. 2.5 മാസം കൂടി ഇനി അവർക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കാലാവധിയുണ്ട്. ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുമ്പോൾ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ വളരെ ഐക്യത്തോടു കൂടി മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്തൊന്നും ഇപ്പൊ നമുക്കൊരു ഏജൻസി, എന്റെ ആവശ്യം ഒരു SFI അന്വേഷിക്കണമെന്നായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി. ഹൈക്കോടതിയിൽ ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ അന്വേഷണം, എന്റെ ആവശ്യം ന്യായമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു. ആ സാഹചര്യത്തിലെ അന്വേഷണത്തിന്റെ പുരോഗതിയും അത് എവിടം വരെ എത്തി എന്നതിനെ സംബന്ധിച്ചൊക്കെ എനിക്ക് ഇടയ്ക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. മാത്രമല്ല, ഞാൻ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ കാര്യങ്ങൾ ഞാൻ ഓവറായി ഇടപെടാൻ പോകുന്നത് അതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുക. അതുകൊണ്ട് ഞാൻ എന്താണെന്ന് പോലും ഞാൻ അന്വേഷിച്ചില്ല. പക്ഷെ തെളിവെടുപ്പുകൾ നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും പുറത്തുള്ള ആളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തെളിവെടുപ്പുകൾ അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കേസ് വളരെ ചർച്ചാ വിഷയമാകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ജനങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ചാനലുകളും അതുപോലെ പത്രമാധ്യമങ്ങളും എല്ലാം ആ രീതിയിൽ തന്നെ വിലയിരുത്തുകയും ചെയ്തു. അത്തരത്തിലുള്ള വിലയിരുത്തലുകളുടെ അവസാനം പറഞ്ഞത് ഈ വീണ വിജയനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, അതായത് തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാം, മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പോലും കയറി പരിശോധന നടത്തിയേക്കാം എന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള നെഗറ്റീവ് വന്നു. പക്ഷെ പിന്നീട് അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഈ കേസിനെ സംബന്ധിച്ച് ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായോ? ഞാനൊരു കാര്യം പറഞ്ഞോളട്ടെ. ഇപ്പോ അതിന് ശരിയോ തെറ്റോ എന്നുള്ള വേർഷൻ രണ്ടാമത് നിൽക്കട്ടെ. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാളിനെതിരെ ആദ്യമായി പരാതി കൊടുത്തത് തന്നെ കോൺഗ്രസ് ആണ്. പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് എന്താ ഇലക്ഷൻ ചെയ്തത്? അതാണ് കോൺഗ്രസ് ഏറ്റവും വലിയ പ്രചരണായുധമായി ഉപയോഗിച്ചത്. അതായത് കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള വലിയ വ്യാഖ്യാനം ഉണ്ടായി. തീർച്ചയായിട്ടും ഇലക്ഷന് മുമ്പ് അത്തരത്തിലൊന്നും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ്. കാരണം അല്ലെങ്കിൽ ഇലക്ഷനാണ്, സ്വാഭാവികമായി അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ ഈ വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ച ചെയ്ത ഒരു ശൈലി നിങ്ങൾ കണ്ടോ? ഇലക്ഷന്റെ സമയത്തായിരുന്നെങ്കിൽ അരയും തലയും മുറുക്കി പിണറായി വിജയനെയും മകളെയും മുഖ്യമന്ത്രി ഒക്കെ ഡിഫെൻഡ് ചെയ്യാൻ ബാധ്യതപ്പെട്ടിരുന്ന സഖാക്കളെല്ലാം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ കേസും മുഖ്യമന്ത്രിയുടെ മകളുടെ ഇടപാടുകളും വിശുദ്ധ ഇടപാടുകളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിന് തിരിച്ചടിയായി എന്ന് തുറന്നു പറയാൻ തയ്യാറായി. അപ്പോൾ ഇലക്ഷന് മുമ്പായിരുന്നെങ്കിൽ ഈ പറഞ്ഞ സഖാക്കളെല്ലാം അവരുടെ പാർട്ടിയെ ന്യായീകരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷന് മുമ്പ് അത്തരത്തിലുള്ള നിലപാടുകൾ ഒന്നും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പ് കാലം എത്തുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണെന്ന് സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ പറയുന്നു. അത്തരമുള്ള ക്യാപ്സ്യൂളുകൾ താഴെ തട്ടിലേക്ക് എത്തുന്നു. അപ്പൊ ഈ അന്ന് തന്നെ ഈ അണികൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുറെ പേര് അതിനോട് യോജിച്ചിരുന്നില്ല. ഇപ്പൊ റിസൾട്ട് വന്നതോടുകൂടി പൂർണ്ണമായിട്ടും ഈ പരാജയത്തിന്റെ കാരണം മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായ കേസാണ്, അമിതമായി ഈ മകളെ ന്യായീകരിച്ചതാണ് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ഒരിക്കലും ഇപ്പൊ ഇതിനു മുമ്പുള്ള ചരിത്രങ്ങൾ പലതും പരിശോധിച്ചാൽ ഒരു ഒരു സംസ്ഥാന റേഡിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒക്കെ മകളുടെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ അത് അവരുടെ വ്യക്തിപരമായ വിഷയമാണ് എന്ന് പറഞ്ഞ് കൈയെഴുതുന്ന സാഹചര്യം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ പിണറായിയുടെ മകളിലേക്ക് വന്നപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മാറുകയാണ്. അപ്പൊ അവിടെ സ്വാഭാവികമായും പാർട്ടിയുടെ താഴെ തട്ടിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി.
മാത്രമല്ല ഈ വിഷയത്തെ സംബന്ധിച്ച് നാളെ ഇതുവരെയായും ഒരു വിശദീകരണം നൽകുവാൻ, എന്തിന് ഞാൻ അവസാനം പറഞ്ഞ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണം നൽകുവാൻ വീണ തയ്യാറായിട്ടില്ല എന്ന് പറയുന്ന ഒരു വലിയ ആശയക്കുഴപ്പം താഴേക്കടയിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതിൽ വ്യക്തമായി താഴേക്കടയിൽ സാധിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണെങ്കിലും ഓരോ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ വീടുകളിൽ നിന്നും ആളുകൾ ചോദിക്കുന്ന, പ്രത്യേകിച്ചും ഇടതുപക്ഷ അനുഭാവികളായ ആളുകൾ പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞങ്ങൾക്കില്ല എന്ന് എത്രയോ സഖാക്കന്മാർ ഈ കാലഘട്ടത്തിൽ, ഈ പ്രത്യേകിച്ച് ഇലക്ഷൻ കാലഘട്ടത്തിൽ വേദനയോടുകൂടി നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അന്വേഷണത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ വീണയുടെ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിക്കുന്നു. അത് SFIOയുടെ ഈ അന്വേഷണത്തെയോ അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള നടപടിയോ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തുവോ, അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് പറയാൻ എനിക്ക് പരിമിതിയുണ്ട്. ഞാൻ അത്തരം വിഷയങ്ങൾ ഞാൻ കൃത്യമായി പരാതിയിലൂടെ തന്നെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. എനിക്കത് ഒരു പൊതുവേദിയിൽ എനിക്കത് പറയാൻ പരിമിതി ഉള്ളതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. അത് അത്തരം കാര്യങ്ങൾ എൻ്റെ അഭിപ്രായവും അതിന്റെ നിയമപരമായ കാര്യങ്ങളും അറിയിക്കേണ്ടവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായ പരാതിയായി തന്നെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ അന്വേഷണവും ഇതിന്റെ ഭാഗമായി തന്നെ തുടരുന്നു, അല്ലെ? പാരലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഷോണിന് അത് തുറന്നു പറയാൻ പറ്റുന്നില്ല, അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ആ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എൻട്രിയായി ബന്ധപ്പെട്ട് എനിക്ക് ഈ കേസിന്റെ നടപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില ആകുലതകളുണ്ട്. ആ ആകുലതകൾ ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലും തരത്തിൽ ഇപ്പം ഇത്രയും നാൾ മുന്നോട്ട് കൃത്യമായി SFI ഒരു സംഭവം കൊണ്ടുവന്നു. എന്തു പറഞ്ഞാലും ഇതിൽ കൂടുതൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. SFIO ഈ ഒരു സംഭവമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ SFIOയ്ക്ക് ഈ കൃത്യമായ ഒരു തെളിവുകൾ ശേഖരിച്ച് കൃത്യമായ രീതിയിൽ ഈ സംഭവത്തിൽ വീണ കുറ്റക്കാരിയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും SFIOയ്ക്ക് അറസ്റ്റിനുള്ള അധികാരമുണ്ട്. മാത്രമല്ല SFIOയ്ക്ക് കേരള വിജിലൻസിനെ പോലും ഇതിനകത്ത് ഇടപെടുത്താൻ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഏത് ഏജൻസിയും SFI ആവശ്യപ്പെട്ടാൽ അവരോട് സഹകരിക്കണം എന്ന് ആക്ടിൽ തന്നെ പ്രൊവിഷൻ. അത് ഈ പറഞ്ഞ ED ആണെങ്കിൽ പോലും CBI ആണെങ്കിൽ പോലും ഒക്കെ SFIO ആവശ്യപ്പെട്ടാൽ അന്വേഷണത്തിന്റെ ഭാഗമായി അവരോട് സഹകരിക്കേണ്ടതായി വരും. അതാണ് നിയമം. ഇപ്പൊ നമുക്ക് അറിയാം, കെജ്രിവാള്, മനീഷ് സിസോദിയ, അല്ലെങ്കിൽ കവിത, ഇങ്ങനെ ഉള്ളവരൊക്കെ തന്നെ പല കേസുകളുമായി ബന്ധപ്പെട്ട് ജയിൽ വരെ എത്തി. ഇപ്പൊ നമ്മൾ ഉന്നയിക്കുന്ന ഈ ആക്ഷേപം ഏതാണ്ട് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, അല്ലെ ഈ പറയുന്ന വീണ വിജയനെതിരെയൊക്കെ കുറച്ചുകൂടെ ശക്തമായ നടപടി എടുക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? അത് സെപ്റ്റംബർ 30 കഴിഞ്ഞേ എനിക്കത് പറയാൻ കഴിയുള്ളൂ. ഒരു അന്വേഷണ ഏജൻസിക്ക് കോടതി തന്നെ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു മിനിമം സമയം, അതിനു മുമ്പേ ഞാൻ തോക്കിക്കയറി വെടിവെക്കാൻ പാടില്ലല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അന്വേഷണം പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസിക്കെതിരെ ഞാൻ കോടതിയെ സമീപിക്കും. തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസി സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ കേസ് ഇൻഫെക്ഷൻസ് ആകുമ്പോൾ കോടതി എനിക്ക് അതിനുള്ള ലിബർട്ടി, അതായത് കേസിന്റെ അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ അത് തൃപ്തികരമാണോ അല്ലയോ എന്ന് കോടതിയിലേക്ക് റിപ്പോർട്ട് ക്ഷണിച്ചു വരുത്തുവാനുള്ള ലിബർട്ടി എനിക്ക് കോടതി അനുവദിച്ചുകൊണ്ടാണ് എൻ്റെ കേസ് കോടതി ഇപ്പോൾ നിലവിൽ തീർപ്പാക്കിയിട്ടുള്ളത്. അതായത് എൻ്റെ ആവശ്യം SFI അന്വേഷണമായിരുന്നു. അതോടൊപ്പം ഇവിടെ നിന്നും പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള പണം തിരികെ സർക്കാരിനും അതുപോലെ CMRലെ ഷെയർ ഹോൾഡേഴ്സിനും നൽകണമെന്നൊരു ആവശ്യം കൂടെ ഞാൻ അതിനകത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അന്വേഷണത്തിന് ശേഷം എനിക്ക് വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള ലിബർട്ടി അവശേഷിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ കേസ് കോടതി തീർപ്പാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 30 കേസിന് മുമ്പ് എനിക്ക് തോന്നുന്നു അടുത്ത മാസമൊക്കെ ചിലപ്പം അതിന്റെ അന്വേഷണത്തിന്റെ ഒക്കെ അറിയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞേക്കുന്നത് ഓഗസ്റ്റ് 28 കേസ് മാറ്റിയിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പൊക്കെ വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും എന്ന് കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ തന്നെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി. ഈ കേസ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSIDC കൊടുത്ത സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ട് KSIDC കൊടുത്ത കേസ് പരിഗണിക്കുമ്പോൾ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഓഗസ്റ്റ് 28 വിശദമായ റിപ്പോർട്ട് കോടതി സമർപ്പിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ അത് ഫൈനൽ റിപ്പോർട്ടാകാം, അല്ലെങ്കിൽ ഒരു ഇന്റർം റിപ്പോർട്ടാകാം. നമുക്ക് കൃത്യമായിട്ട് അറിയാം, ചെയ്യാത്ത പ്രവൃത്തിക്കാണ് ഈ പറയുന്ന വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നേക്കുന്നത്. അല്ല, പല സ്ഥലങ്ങളിൽ നിന്നും ആ പണം വന്നു എന്നുള്ളത് വ്യക്തവുമാണ്. എന്നിട്ടും ഈ മുഖ്യമന്ത്രി, സ്വന്തം പിതാവ്, ഈ മകൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ന്യായീകരണവുമായി രംഗത്ത് വരുന്നു. ഒരു കാലത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മറ്റൊരു കേസിൽ എന്തെങ്കിലും
പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അന്ന് അവന്റെ പ്രശ്നം അല്ലെങ്കിൽ മകന്റെ പ്രശ്നം എന്ന നിലയിൽ ഒരു സജീവമായ ഒരു സ്റ്റാൻഡ് എടുത്തു. എന്നാൽ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി എടുത്തത് മുഖ്യമന്ത്രിക്കൊപ്പം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കൊപ്പം നിൽക്കണമെന്നാണ്. എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റിയത്? ഞാനിതിന് അഭിപ്രായം പറയുമ്പോൾ ബിനീഷിന്റെ ഒരു അടുത്ത സുഹൃത്തും എന്റെ സഹപ്രവർത്തകനും കൂടെയാണ് ബിനീഷ്. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ബാധിക്കാതെ വേണം ഞാൻ അഭിപ്രായം പറയാൻ. താങ്കൾ ഇപ്പൊ പറയുന്ന അഭിപ്രായങ്ങളോടെല്ലാം എനിക്കും യോജിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരിക്കലും അങ്ങനെയല്ല. ഈ പലർക്ക് പല നിയമമല്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, ഒരു മാനിഫെസ്റ്റോയിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പലർക്കും പല അഭിപ്രായമല്ല കാണുന്നത്. പക്ഷെ അവിടെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത് ഞാനല്ല, അവരുടെ പാർട്ടിക്കുള്ളിലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.